നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓഷ്യൻ ബാസ്ക് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അതിലൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെയുണ്ട്. സോ ഞാൻ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫ്ലൈയിങ് സ്കൂൾ കം എയർപോർട്ട് എന്ന് പറയാം, അതിൻ്റെ അകത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് റൺവേ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ കഴിക്കാം. അതിനുശേഷം ഞാൻ അടങ്ങി വന്നിരുന്നില്ല കേട്ടോ. എയർപോർട്ടിലുള്ള ഒരു ഫ്ലൈയിങ് സ്കൂൾ, അവിടെ വേറെ 3-4 ഫ്ലൈയിങ് സ്കൂളുണ്ട്, അതിലൊരു ഫ്ലൈയിങ് സ്കൂളിൽ വന്നിട്ട് അവരോടൊക്കെ സംസാരിച്ച് ഫ്ലൈറ്റൊക്കെ കണ്ട് ഇതിൻ്റെ ഇടക്ക് ചില സ്റ്റുഡൻസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഈ ഫ്ലൈറ്റൊക്കെ പൊതുവേ ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോയി നോക്കിയും കണ്ടിട്ടൊക്കെ വരും. അതിനുശേഷമാട്ടോ ഞാൻ എൻ്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കുന്ന റൂമിലേക്ക് വന്നത്. കാണുമ്പോൾ 3-4 ബണ്ണ്, അതിൻ്റെ കൂടെ 3 തരം ചട്നി ആയിട്ട് തോന്നുമെങ്കിലും കാണുന്ന പോലെയല്ല, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന എല്ലാവർക്കും ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന ആട്ടോ ഇത്. ഈ ഗ്രീൻ കളർ ഇരിക്കുന്ന ഗ്രീൻ ചില്ലി ആട്ടോ, അത് ഒലിവ് ഓയിൽ ഇട്ടതാണ്. അതേപോലെ തന്നെ ഗാർലിക്കും ഒലിവ് ഓയിൽ ഇട്ടതാണ്. പിന്നെ മയണൈസിൽ ഇവരെന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. നേരത്തേക്ക് ആയിരുന്നെങ്കിൽ ഈ ബ്രെഡ് കിട്ടിയ ഉടനെ തന്നെ എപ്പോൾ തീർത്തത് ചോദിച്ചാൽ മതി. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ബ്രെഡ് കഴിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗ്ലൂട്ടൻ്റെ അലർജി ഉണ്ട്. പതിയെ പതിയെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഈ 3 സംഭവം കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ബട്ടർ ഇട്ട് കഴിക്കാം. ഞാൻ വെയിറ്റ് ചെയ്ത് കഴിക്കാൻ ആഗ്രഹിച്ച ഫുഡ് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അതിനകത്ത് ഫ്രൈസ് ഉണ്ടായിരുന്നു, ഞാൻ ഫ്രൈസ് കഴിക്കാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ലെമൺ ബട്ടർ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ യെല്ലോ റൈസ് ഉണ്ട്. ഇത് ആഫ്രിക്കൻസ് കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു റൈസാണ്. അതിൻ്റെ കൂടെ പ്രോൺസ് ഉണ്ട്, പിന്നെ സ്ക്വിഡ് ഉണ്ട്. പിന്നെ സ്ക്വിഡിൻ്റെ തല മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. എനിക്ക് സ്ക്വിഡിൻ്റെ തല പൊതുവെ ഇഷ്ടമല്ല, ബട്ട് ഇത് ഫ്രൈ ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവൂല, അതങ്ങ് ആ രീതിയിൽ കഴിച്ചു പോകും. പിന്നെ മസിൽസ് ഉണ്ട്, പിന്നെ വൈറ്റ് ഫിഷ് ഉണ്ട്. അത് ലെമൺ ബട്ടർ സോസിലാണ് ഞാൻ ഓപ്ഷൻ പറഞ്ഞത്. ഇവർ ഓപ്ഷൻ തരും കേട്ടോ, മയണൈസ് വേണോ അല്ലെങ്കിൽ ലെമൺ ബട്ടർ സോസ് വേണോ. അപ്പം ഞാൻ ഇതാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ആക്രാന്തം മൂത്തിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇരുന്ന് കഴിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ചൂടുമുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് ഞാൻ ഈ കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, അപ്പോൾ ഇത് ചൂടോടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റും കൂടെ ആണ്. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാട്ടോ എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്, ഇത് സൗത്ത് ആഫ്രിക്ക ആണെന്നുള്ള ഒരു കാര്യം. ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ തൊട്ടടുത്തുള്ള സീറ്റിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ഞാൻ കൈ പിടിക്കണം എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ ഈ ഫ്രണ്ട് റീസെൻ്റ്ലി ഷെയർ ചെയ്തൊരു ഇഷ്യൂ ആണ്. ലൈക്ക് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിന് ഒരു കോള് വന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങി ജസ്റ്റ് ആ ഫ്രണ്ടിൽ തന്നെ നിന്നേ ഉള്ളൂ. സൈഡിൽ നിന്ന് വന്ന ഒരാൾ ഫോണും അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങോട്ട് പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം, വേറെ വഴിയൊന്നുമില്ല അവർക്ക് പുറത്തേക്ക് പോകാനേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂളായിട്ട് ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലാണ് ആൾക്കാരുള്ളത്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞാൻ സെലക്ട് ചെയ്തത് ഒത്തിരി ചെക്ക് ചെയ്തിട്ടാണ്, അതായത് ലൊക്കേഷൻ, പിന്നെ അവരുടെ റിവ്യൂസ്. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഒരു 3-4 ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ സെലക്ട് ചെയ്തത്. ഈ കൺട്രി വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കൺട്രി ആട്ടോ, മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ. ഖത്തറിൽ ഓഷ്യൻ ബാസ്ക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടില്ല. ബട്ട് ഞാൻ ഇവിടുത്തെ ഓഷ്യൻ ബാസ്ക്കറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനാട്ടോ പ്രിഫർ ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ എല്ലാ ഷോപ്പും കാര്യങ്ങളും ഒരു ക്ലോസ് ചെയ്യും. ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് നോട്ട് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോന്നും ഇത് എടുത്ത് വെക്കുന്നവരും ഞാനിങ്ങനെ ആലോചിക്കുക, രാവിലെ ഞാൻ ഇതുണ്ടാക്കും, ഉച്ചയ്ക്ക് ഞാൻ ഇതുണ്ടാക്കും, രാത്രി ഇതുണ്ടാക്കും, കണ്ടറിയാം എന്തുണ്ടാക്കുമെന്ന്. ഞാൻ ഈ വർഷം എടുത്തൊരു റെസൊല്യൂഷൻ ആട്ടോ, പുറത്തുനിന്നുള്ള ഫുഡ് പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ളത്. ബട്ട് ഇത് എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു തീരുമാനം ന്യൂ ഇയറിന് എടുത്തതാണെങ്കിലും ഞാനിത് പ്രാവർത്തികമാക്കിയത് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് കുറച്ചും കൂടെ എക്സ്പെൻസീവ്. പിന്നെ ഖത്തറും സൗത്ത് ആഫ്രിക്കയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്
ചെയ്തത് ഖത്തറാണ് മോർ എക്സ്പെൻസീവ്. ഞാൻ എൻ്റെ എല്ലാ ചിലവുകളും കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പോയ സൂപ്പർ മാർക്കറ്റിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, ബട്ട് ഓപ്ഷൻസ് കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് എനിക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സമയത്തിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു 5:30 ആകുമ്പോൾ അടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ് ടൈം. അപ്പോൾ എനിക്ക് മോളിൽ പോയിട്ട് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളത് മേടിച്ചിട്ട് വന്നു. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ തന്നെ നോട്ട് ചെയ്തൊരു സാധനമാണ് ഈ ഫ്രിഡ്ജ്. ഇത് കുറച്ച് നീളത്തിലാണ്, വലിയ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ആണുള്ളത്. ബട്ട് എനിക്കിഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഫ്രീസർ എന്ന് പറയുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഡോറാണ് ഇതിൻ്റെ ഫ്രീസർ. അത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഫ്രീസറാണ്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറാണെങ്കിൽ ഒരു മിറർ പോലെയാണ് ഇരിക്കുന്നത്. കിച്ചണിലാണെങ്കിൽ മൈക്രോവേവ് അവൻ ഉണ്ട്, പിന്നെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, സ്പൂണൊക്കെ ഉണ്ട്, ബൗളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗ്രോസറി മാത്രം മേടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ആലോചനയിലാണ്, രാത്രി ഫുഡ് കുക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിൽ. കുറച്ച് മുമ്പാണല്ലോ ഫുഡ് കഴിച്ചത്, അപ്പോൾ മിക്കവാറും ഞാനിന്ന് കുക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. നാളെ രാവിലെ എണീറ്റിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതൽ. ഇപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എളുപ്പത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എനിക്ക് ആശ്വാസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്പാർട്ട്മെൻറ്റിന് കുഴപ്പമില്ലാത്ത സൈസിലൊരു ബാൽക്കണി ഉണ്ട്, റോഡ് വ്യൂ ഉള്ളത്. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വേണമെങ്കിൽ അവിടെ കുറച്ച് നേരമൊക്കെ പോയി ഇരിക്കാം, വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നേരം എനിക്ക് വേണ്ടി മാത്രം ഒരു മീ ടൈം. ചിലപ്പോൾ ഞാൻ മൂവിയൊക്കെ ഇരുന്ന് കാണും കേട്ടോ. മൂവി കാണും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് ഇരുന്ന് വായിക്കും. അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.